ഹലോ. ഹലോ യെസ്. ഡോക്ടർ, ഒരു സംശയം ചോദിക്കാനായിരുന്നു. പറയടോ. ഡോക്ടർക്ക് അറിയാലോ, ഞാൻ അത്യാവശ്യം ഡാൻസ് ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ്. എന്നാൽ എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട്. ഈ വണ്ണം വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് വല്ലാത്ത നീ പെയിൻ ആണ്. അറിയാലോ ഡോക്ടർ, എന്റെ ഡെയിലി ലൈഫ് റൂട്ടീനിൽ ഞാൻ നീ ക്യാപ്പ് യൂസ് ചെയ്തോട്ടെ? ഡെഫിനറ്റ്ലി എടോ, നീ ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് എന്തൊക്കെ തരത്തിൽ നീ ക്യാപ്പ് ഉണ്ട്, പല തരത്തിലുണ്ട്. അപ്പൊ താൻ യൂസ് ചെയ്യുന്നത് തന്റെ ഏജ്, യു ആർ വെരി യങ് ബട്ട് യു ആർ എ ഗുഡ് ഡാൻസർ. പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് നീ പെയിൻ വരുന്നു. അപ്പോൾ അതിന് ഒരു സാധാരണ നീ ബ്രേസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീ ക്യാപ്പ് ഉപയോഗിക്കാറ്, വിച്ച് ഇസ് ഫ്ലെക്സിബിൾ ആൻഡ് ഇറ്റ് ഗീവ്സ് യു എ ഗുഡ് സപ്പോർട്ട്. അപ്പോൾ അത് ഇടുന്നത് കൊണ്ട് ഇറ്റ് ഗീവ്സ് യു എ സപ്പോർട്ട്, എനിക്ക് കോൺഫിഡൻസ് വരും ആൻഡ് ഒരു കംപ്രഷൻ വരുമ്പോൾ പെയിൻ കുറയും. സോ ദാറ്റ് ഗീവ്സ് യു എ സിസ്റ്റം, ഒരു എന്താ പറയുന്ന ഒരു ചെറിയൊരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. ദാറ്റ് ഇസ് ഗുഡ്. അപ്പോൾ അതാണ് നമ്മൾ നീ ക്യാപ്പ് കൊണ്ട് ഉപയോഗിക്കാൻ ചെയ്യുമ്പോഴുള്ള ഗുണങ്ങൾ. അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ പലതരത്തിലുള്ള നീ ബ്രേസസ് അല്ലെങ്കിൽ ക്യാപ്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ തേയ്മാനം എന്നൊക്കെ പറയും, പോസിറ്റീവ് ആർത്രൈറ്റിസ്, അതിന് ഓഫ് ലോഡേഴ്സ് എന്ന് പറയുന്ന ബ്രേസസ് ഉണ്ട്. തൻ്റെ നീ പെയിനിൻ്റെ റീസൺ കണ്ട് ഒരു ലോഡ് വരുന്ന ഭാഗത്താണ് പെയിൻ വരിക. അപ്പോൾ ആ ലോഡിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, അതിനാണ് ഓഫ് ലോഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ബ്രേസസ് ഉണ്ട്. തനിക്കിപ്പം ഞാൻ അഡ്വൈസ് ചെയ്ത പോലത്തെ നീ ക്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇട്ടിട്ടൊക്കെ വന്ന് വിവരം പറയും, നമുക്ക് നോക്കാം. കുറച്ച് എക്സസൈസും ചെയ്യണം. നീ ക്യാപ്പ് ഇട്ടതുകൊണ്ട് മാത്രം എനിക്കൊരു സപ്പോർട്ട് എന്നുള്ളതിൽ കൂടുതൽ ജസ്റ്റ് ഗീവ് എൻ ആഡഡ് അഡ്വാൻറ്റേജ്. അപ്പോൾ മസിൽ സ്ട്രെങ്തനിങ് ഡെഫിനറ്റ്ലി ചെയ്താൽ ഇറ്റ് ഗീവ്സ് യു എ മോർ കോൺഫിഡൻസ്. ഓക്കെ, ടേക്ക് കെയർ. ശരി.